അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയായി എന്നെ ഉയർത്തിയതിന് കൃപാസന മാതാവിനും ദൈവകുമാരനും ഒരായിരം നന്ദി. എൻ്റെ പേര് സിസ്റ്റർ ലിജി, സെൻ്റ് അലോഷ്യസ് സഭാംഗമാണ്. ഞാൻ തെലങ്കാനയിലെ കമ്മം രൂപതയിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ 2021 ഒക്ടോബർ 27 ആദ്യമായി ഉടമ്പടി എടുത്തത്. എനിക്ക് കൃപാസന പത്രം കിട്ടുകയും അതിലൂടെയാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് കൂടുതൽ അറിയുകയും ചെയ്തത്. റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് എനിക്ക് കൃപാസന പത്രം കിട്ടിയത്. പിന്നെ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ആദ്യ നിയോഗം UGC നെറ്റ് പാസ്സാക്കാൻ വേണ്ടിയായിരുന്നു. ഞാനപ്പോൾ കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചത്, അമ്മേ ഇതെൻ്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് അറ്റംപ്റ്റ് ആണ്. അമ്മേ, ഞാൻ കുറേ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ എ ഗ്രേസ്. ഞാൻ അമ്മയുടെ ഗ്രേസിൽ വിശ്വസിച്ച് ഞാനിത് എഴുതാൻ പോവുകയാണ്. എന്നുവെച്ചാൽ എനിക്ക് കൂടുതൽ പഠിക്കുവാനുള്ള സമയം, ഞാൻ അവിടെ സ്കൂളിൽ പഠിപ്പിക്കുകയായിരുന്നു, അപ്പോൾ കൂടുതൽ പഠിക്കാനുള്ള സമയമില്ലായിരുന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് എക്സാമിന് പ്രിപ്പയറായി. വിശുദ്ധ തൈലം എൻ്റെ കൈകളിലും നെറ്റിയിലും പുരട്ടി വെഞ്ചരിച്ച ഉപ്പ് ഞാൻ എക്സാം ഹാളിൽ വിതറുകയും എക്സാം എഴുതിയതിൻ്റെ ഫലമായി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നല്ല മാർക്കോടുകൂടി പാസ്സാകാൻ സാധിച്ചു. കൃപാസന മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി. ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിലെ ബസ് സ്കൂൾ കുട്ടികളുമായി ഒരു കുഴിയിൽ വീഴുകയും കുറേ രക്ഷാപ്രവർത്തനം നടത്തിയിട്ട് എല്ലാം വിഫലമായി. എൻ്റെ കയ്യിൽ കൃപാസന ഉപ്പുണ്ടായിരുന്നു. ഞാൻ വെഞ്ചരിച്ച ഉപ്പ് ഞങ്ങൾ ബസ്സിൻ്റെ ചില്ലിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വിത്തിൻ എ സെക്കൻഡ് ബസ് സ്റ്റാർട്ടാകുകയും വലിയ അപകടത്തിൽ നിന്ന് ഞങ്ങളുടെ കുട്ടികളെയും ഞങ്ങളുടെ ബസ്സിനെയും കൃപാസന മാതാവ്, സഞ്ചാരി മാതാവ് ഞങ്ങളെ രക്ഷിച്ചു. മൂന്നാമതായി, എനിക്കറിയാവുന്ന ഒരു സന്യാസി സമൂഹത്തിലെ വ്യക്തിയുടെ 3 വർഷമായി നിത്യവ്രത വാഗ്ദാനം തടസ്സമായി നിന്നിരുന്നു. ഞാൻ ഇവിടെ ഉടമ്പടിയിൽ വയ്ക്കുകയും 3 മാസത്തിനുള്ളിൽ നിത്യവ്രത വാഗ്ദാനം നൽകിയതിന് കൃപാസന മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി. പ്രേക്ഷിത പ്രവർത്തനമായി ഇവിടെ വന്ന് ഞാൻ തെലുഗു പത്രം, തമിഴ് പത്രം, ഇംഗ്ലീഷ് പത്രം, മലയാളം പത്രങ്ങൾ വാങ്ങിക്കാറുണ്ട്. തെലുഗു പത്രങ്ങൾ ഓരോരോ വീടുകളിൽ പോയി കൃപാസന മാതാവിനെ കുറിച്ച് പറഞ്ഞ് വിശ്വാസപ്രമാണം ചൊല്ലി ഞങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ ഒരു ക്യാൻസർ പേഷ്യൻ്റെ വീട്ടിൽ പോയി ഞങ്ങൾ ആ കൃപാസന പത്രം കൊടുത്തപ്പോൾ അവർക്ക് കുറേ സൗഖ്യം ലഭിച്ചതായി അവർ ഞങ്ങളോട് പിന്നെ പറയുകയും പിന്നെയും വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തു. അറിയുന്നവരെ ആഴപ്പെടുത്തുവാനും അറിയാത്തവരെ അറിയിക്കുവാനും പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ എനിക്ക് സാധിച്ചു. പ്രാർത്ഥന ചെല്ലുന്നതല്ല ചെയ്യുന്നതാണെന്ന് അച്ഛൻ എപ്പോഴും ഓർമ്മപ്പെടുത്താറുണ്ട്. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കുവാനും എൻ്റെ തന്നെ ആത്മീയ ജീവിതത്തിൽ കൂടുതൽ എനിക്ക് വളരുവാനും സാധിച്ചു. ഞങ്ങളുടെ സഭയുടേതായ പ്രാർത്ഥനകളുണ്ട്. എന്നാലും ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം കൂടുതലായി ദൈവത്തെ അറിയുവാനും വിശുദ്ധ കുർബാനയിൽ സജീവനായി ജീവിക്കുന്ന ദൈവത്തെ അനുഭവിക്കുവാനും എനിക്ക് സാധിച്ചു. ദിവ്യ ആരാധനയിൽ തിരുവോസ്തിയിൽ ഈശോയുടെ രൂപം എനിക്ക് ദർശിക്കുവാൻ സാധിച്ചു. അപ്പോൾ കൂടുതൽ ഭക്തിയോടും മാലാഖമാരുടെ ഒത്താണ് നമ്മൾ ഈശോയെ ആരാധിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടെ ഈശോയെ സമീപിക്കുവാനുള്ള അനുഗ്രഹം എനിക്ക് ലഭിച്ചു. പിന്നെ ഞാൻ എപ്പോൾ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചാലും മാതാവ് എനിക്ക് അത് സാധിച്ചു കിട്ടാറുണ്ട്. വിളിപ്പുറത്തുള്ള മാതാവാണ് നമ്മുടെ കൃപാസന മാതാവ്. അപ്പം ഞങ്ങൾക്ക് 10 വർഷമായി കിട്ടാതിരുന്നൊരു സ്വർണവും പണവും ആയിരുന്നു. ഞങ്ങളോർത്തത് കിട്ടത്തില്ല. ഞാനപ്പോൾ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അത് പെട്ടെന്ന് തന്നെ അവർ നൽകുകയും പൈസയും പണവും ഞങ്ങൾക്ക് തന്നു അനുഗ്രഹിച്ചു. കൃപാസന മാതാവിന് ഒരായിരം നന്ദി. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരി 3rd അറ്റംപ്റ്റിൽ വരെ UGC നെറ്റ് ഫെയിലായി. ഞാൻ പക്ഷേ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 4th അറ്റംപ്റ്റിൽ പാസ്സാകുകയും അവർക്ക് കൃപാസന മാതാവിനുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ടീച്ചിങ് ഫീൽഡായതുകൊണ്ട് പാവപ്പെട്ട കുട്ടികളെ കൂടുതൽ കെയർ കൊടുക്കുകയും അവർക്ക് സ്പെഷ്യലായിട്ട് ട്യൂഷൻ എടുക്കുകയും പിന്നെ ഓരോ കുട്ടികളുടെ വീട്ടിൽ അവർക്ക് വേണ്ടി മാത്രമല്ല അവരുടെ വീടുകളിൽ സന്ദർശിച്ച് അവരുടെ പേരൻസുമായിട്ട് സംസാരിക്കുകയും അവരുടെ കഷ്ടതകൾ അറിഞ്ഞ് അവർക്ക് മോറൽ സപ്പോർട്ട് നൽകുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. ഒരു പേരൻ്റ് ഇല്ലാത്ത കുട്ടിക്ക് ഞാൻ എൻ്റെ അനിയത്തിയോട് പറഞ്ഞിട്ട് ഫീസ് പേ ചെയ്യാനുള്ള സഹായം ചെയ്തിട്ടുണ്ട്. ചെറുതും വലുതുമായ കുറേ അനുഗ്രഹങ്ങൾ ദൈവമാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. അതിനെല്ലാം കൃപാസന മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി. ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ കൃപാസന മാതാവ്
ഞാൻ എപ്പോൾ സഞ്ചരിച്ചാലും കൃപാസന മാതാവിൻ്റെ സഞ്ചാരി മാതാവിൻ്റെ സാന്നിധ്യവും പ്രൊട്ടക്ഷനും ഞാൻ എപ്പോഴും അനുഭവിക്കാറുണ്ട്. ഞാൻ പഠിത്തത്തിൻ്റെ കാര്യത്തിലായാലും വേറെ ഒറ്റയ്ക്കായിരിക്കും യാത്ര ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ ട്രെയിനിൽ ഒരു പ്രാവശ്യം എൻ്റെ ഓൺലൈൻ ടിക്കറ്റ് ആയിരുന്നു, അത് ക്യാൻസലായിപ്പോയി. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചതിന് ഫലമായി പെട്ടെന്ന് തന്നെ TTR എനിക്ക് AC കമ്പാർട്ട്മെൻറ്റിലൊരു സീറ്റ് സജ്ജമാക്കി തരികയും ചെയ്തു. പിന്നെ എപ്പോൾ ഞാൻ ഏത് ചെറിയ നന്മകൾ ചെയ്യുമ്പോഴും ഈശോയെ അങ്ങേക്ക് വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തതെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ചെയ്യാറുള്ളത്. ചെറിയ കാര്യങ്ങളായാലും ദൈവനാമം മഹത്വപ്പെടുത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ചെയ്യാറുണ്ട്. അതിൻ്റെ അനുഗ്രഹമായി എനിക്കും എൻ്റെ കുടുംബത്തിനും ധാരാളം ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇനിയുള്ള കാലങ്ങളും കൃപാസന മാധവൻ്റെ കരം പിടിച്ച് ഈശോയുടെ നാമം മഹത്വപ്പെടുത്തി നിത്യജീവിതത്തിൽ എത്തുകയാണ് എന്നതാണ് എൻ്റെ ആഗ്രഹം. ദൈവനാമത്തിന് മഹത്വം. ആമേൻ. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. കൃപാസന ഉടമ്പടിയിൽ നാം ദൈവത്തിൻ്റെ തിരഞ്ഞെടുത്ത മക്കളെന്ന് നാം തിരിച്ചറിയുകയാണ്. നമ്മൾ ദൈവത്തെ തിരഞ്ഞെടുക്കുകയല്ല, ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുകയാണ്. ദൈവം എന്നെ തിരഞ്ഞെടുത്തു, അതുകൊണ്ട് എൻ്റെ ജീവിതം ഫലപ്രദമാകണം, എൻ്റെ ജീവിതം ദൈവത്തിന് ഇഷ്ടമായ ഫലങ്ങൾ കായ്ക്കണം, മറ്റുള്ളവർക്ക് അനുഗ്രഹമാകണം. സിസ്റ്റർ ലിജി OSA നമ്മളോട് പങ്കുവച്ചത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുത്ത ഒരു മകളായി ഈശോയുടെ അമ്മയുടെയും കൂടെ ഉടമ്പടി ജീവിതം നയിച്ച് സിസ്റ്ററിന് കിട്ടിയ അനുഗ്രഹത്തിൻ്റെ ഒരു സാക്ഷ്യമാണ്, പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമാണ് നമ്മളോട് പങ്കുവച്ചത്. നമുക്കറിയാം, സന്യാസ ജീവിതം ദൈവം തിരഞ്ഞെടുത്ത ഒരു വിളിയാണ്, ദൈവവിളി. ദൈവം നൽകിയ ഒരു ദാനമാണ്, ഒരു ഗിഫ്റ്റാണ്. വൊക്കേഷൻ ഈസ് എ ബ്ലെസ്സിങ്. ഇന്ന് ഉടമ്പടിയിൽ ഈശോ നമ്മെ വിളിക്കുന്നത് നാം തിരഞ്ഞെടുത്ത ജീവിതത്തിലൂടെ ദൈവത്തെ കൂടുതൽ മഹത്വപ്പെടുത്തുവാനുള്ള ഒരു പദ്ധതിയാണ് ഉടമ്പടി. ഉടമ്പടി ജീവിതത്തിലൂടെ ഈശോയോട് കൂടുതൽ അടുക്കുവാനും നമ്മുടെ ആ ബന്ധം റിന്യൂ ചെയ്യാനാണ്, ഒരു വിശുദ്ധിയിലേക്കുള്ള, ഒരു നവീകരണത്തിലേക്കുള്ള, ഒരു നവജീവനിലേക്കുള്ള ഒരു വിളിയാണ് കൃപാസനം ഉടമ്പടി. നമുക്കറിയാം, നാം തിരഞ്ഞെടുത്ത ജനമാണ്. പക്ഷെങ്കിൽ ഇന്ന് ഉടമ്പടിയിലൂടെ നാം കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ ആത്മാർത്ഥതയോടെ, കൂടുതൽ വിശ്വസ്തയോടെയാണ് ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. നമ്മെ വിളിക്കുന്നത് ഉടമ്പടി ജീവിതത്തിലൂടെ ഈശോയോട് കൂടുതൽ അടുക്കുവാനും അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോയോട് ചേർന്ന് നിൽക്കുവാനുമാണ് ഉടമ്പടി നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നത്. ഉടമ്പടിയിലൂടെ, കൃപാസനം അമ്മയിലൂടെ, കൃപാസനം ഉടമ്പടി ഒരു തിരഞ്ഞെടുപ്പും ഒരു സമർപ്പണവുമാണ്. ഫലം കായ്ക്കുന്ന അലിമിതയിലേക്കുള്ള ഒരു വിളിയാണ്, ഒരു ജീവിതത്തിലേക്കാണ് ഉടമ്പടി നമ്മെ നയിക്കുന്നത്. പ്രാർത്ഥനയിൽ സ്ഥിരതയും പാപത്തിൽ നിന്നും മോചനവും കുടുംബത്തിലും സന്യാസ ജീവിതത്തിലും സമാധാനവും സന്തോഷവുമാണ് ഉടമ്പടി നമുക്ക് നൽകുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിതം ഭയങ്കര ബിസിയാണ്, വളരെ ഫാസ്റ്റ് മൂവിങ് ടെക്നോളജിക്കൽ ഡെവലപ്ഡ് ഡേയ്സാണ്. പക്ഷെങ്കിൽ ഒന്ന് പോസ് ചെയ്ത് ദൈവത്തിങ്കിലേക്ക് തിരിയുവാനും ദൈവത്തെ കൂടുതൽ അറിയുവാനും കൂടുതൽ വിശുദ്ധിയിലും ജീവിക്കുവാനുമുള്ള ഒരു വിളിയാണ് ഉടമ്പടി. സിസ്റ്റർ ലിജിയുടെ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നതും അതുതന്നെയാണ്. UGC നെറ്റിൽ ഫസ്റ്റ് എക്സാമിന് പോയപ്പോൾ ഉടമ്പടിയിൽ നിയോഗമായി സമർപ്പിച്ചിരുന്നു, അമ്മയെ കൂടെ വരണമേ എന്ന് പ്രാർത്ഥിച്ചു. സഫീഷ്യൻ്റ് സമയം കിട്ടിയില്ല പഠിക്കുവാനും പ്രിപ്പയർ ചെയ്യുവാനും. പക്ഷെങ്കിൽ അമ്മയുടെ സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നു. കൂടെ പോയപ്പോൾ വെഞ്ചരിച്ച ഉപ്പും തൈലം തേച്ച് പ്രാർത്ഥിച്ച് കുരിശ് വരച്ചാണ് സിസ്റ്റർ പരീക്ഷയ്ക്ക് പോയത്. UGC നെറ്റ് എക്സാമിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകാൻ സാധിച്ചുവെന്നും അത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ് സിസ്റ്റർ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇത് എൻ്റെ മെറിറ്റിലല്ല, ദൈവത്തിൻ്റെ കൃപയാലാണ് എക്സാം പാസ്സായി പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഇന്ന് സിസ്റ്റർ ലിജി നമ്മുടെ സന്നിധിയിൽ, പരിശുദ്ധമ്മയുടെ സന്നിധിയിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെയാണ് സ്കൂളിൽ ഓരോ പ്രശ്നത്തിലും പ്രതിസന്ധികളിലും സിസ്റ്റർ എപ്പോഴും ഈശോയുടെ അമ്മയോടും ചേർന്ന് നിൽക്കുകയാണ്. ഉടമ്പടി വസ്തുക്കൾ, നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും കാശുരൂപവും വെഞ്ചരിച്ച ഉപ്പും കയ്യിലുണ്ട്. സ്കൂളിലെ ബസ് അപകടത്തിൽപ്പെട്ടപ്പോഴും കുഴിയിൽ നിന്ന് വിടുതൽ ലഭിക്കുവാനായിട്ട് വളരെ ശ്രമിച്ചു. രക്ഷാകര പ്രവർത്തനങ്ങളൊക്കെ ഒത്തിരി നടന്നു. പക്ഷെങ്കിൽ ദ മൊമെൻറ്റ് ഷീ പുട്ട് ദ സോൾട്ട്, ഇത് വെഞ്ചരിച്ച് സോൾട്ട് ഇട്ട് പ്രാർത്ഥിച്ച ആ നിമിഷം തന്നെയാണ് പെട്ടെന്ന് വണ്ടി അവിടെ നിന്ന് മാറ്റുവാൻ സാധിച്ചത്. അവിടെയും സഞ്ചാരി മാതാവിൻ്റെ ഒരു വലിയ കൃപയാണ് സിസ്റ്ററിന് അവിടെ മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നീട് സന്യാസ സഭയിൽ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 3 വർഷത്തോളം നിത്യവ്രതത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി, അതും
ഈശോയുടെ അമ്മയുടെ അനുഗ്രഹത്താൽ ഉടമ്പടി ജീവിതം സിസ്റ്ററിൻ്റെ ആ ആത്മീയതയിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയും ഈശോയും അമ്മയും കേട്ടു. 3 വർഷം കാത്തിരിക്കുകയായിരുന്ന ആ വ്യക്തി 3 മാസത്തിനുള്ളിൽ നിത്യവ്രതത്തിന് വേണ്ടിയിട്ട് തയ്യാറായി നിത്യവ്രതം ചെയ്യുവാനായിട്ട് സാധിച്ചു. അതും സമയചുരുക്കത്തിൻ്റെ അമ്മയുടെ ഒരു ഇടപെടലാണ്. അമ്മയോട് പ്രാർത്ഥിക്കുന്ന എന്തും അമ്മയാണ് ഈശോയുടെ അരികിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മുടെ എന്താവശ്യമായാലും സന്യാസ ജീവിതത്തിലായാലും കുടുംബ ജീവിതത്തിലായാലും നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അറിയാവുന്ന ഒരു അമ്മയാണ് കൃപാസനം അമ്മ. ആ അമ്മയോട് പറയുന്ന എന്ത് കാര്യവും ഈശോയുടെ അരികിലേക്ക് കൊണ്ടുപോവുകയാണ്. സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ സന്നിധിയിൽ പ്രത്യക്ഷയായ അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. 3 വർഷമായി കാത്തിരുന്ന ഒരു വലിയ സ്വപ്നമായിരുന്നു നിത്യവ്രത വാഗ്ദാനം. അതിനുവേണ്ടി പ്രാർത്ഥിച്ച തടസ്സങ്ങളെല്ലാം മാറ്റി നിത്യവ്രത വാഗ്ദാനം ചെയ്യുവാൻ തടസ്സങ്ങൾ മാറ്റി നിത്യവ്രത വാഗ്ദാനം ചെയ്യുവാൻ സാധിച്ചതിന് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുകയാണ്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പല ഭാഷയിൽ, അതായത് മലയാളം, തെലുങ്ക്, ഇംഗ്ലീഷ് ഭാഷയിൽ പത്രങ്ങൾ വാങ്ങിച്ച് മറ്റുള്ളവർക്ക് ഈശോയുടെ അമ്മയുടെ സ്നേഹം കൂടുതൽ തീഷ്ണതയോടെ കൊടുക്കുവാൻ സാധിച്ചു. കാരണം സിസ്റ്റർ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഒരു പത്രം കിട്ടിയത്, കൃപാസന പത്രം. അതിൽ കൂടിയാണ് കൃപാസനത്തെ പറ്റി അറിയുകയും കൃപാസനം അമ്മയുടെ അനുഗ്രഹം ലഭിക്കുവാൻ മധ്യസ്ഥയിലൂടെയുള്ള അനുഗ്രഹം ലഭിക്കാൻ സാധിച്ചത്. അതുപോലെ സിസ്റ്ററും അതുപോലെ തന്നെ അറിയാത്തവരെ അറിയിക്കുവാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും പത്രങ്ങൾ പല ഭാഷയിലും വാങ്ങിക്കുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുവാൻ സാധിച്ചു എന്നാണ്. കാരുണ്യ പ്രവൃത്തിയായിട്ട് സ്കൂളിലെ കുട്ടികളെ സഹായിക്കുവാനും മറ്റുള്ളവരെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ എങ്ങനെയൊക്കെയോ സഹായിക്കുവാനും ആ കൂടുതൽ തീഷ്ണതയുടെ കാരുണ്യ പ്രവർത്തികൾ കൂടുതൽ അവയർനെസ്സോട് കൂടി കൂടുതൽ ആഴപ്പെട്ട രീതിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി സഹായിക്കാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുവാൻ സാധിച്ചു എന്നാണ് സിസ്റ്റർ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. കൂടുതൽ കുടുംബങ്ങളെ വിസിറ്റ് ചെയ്യാനും പണ്ടൊക്കെ ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ തീഷ്ണതയാണ് ഉടമ്പടിയിൽ വന്നത്. പിന്നെ പ്രാർത്ഥനാ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ നമുക്കറിയാം സ്പിരിച്വൽ ലൈഫ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആണ് റിലീജിയസ് ലൈഫിൽ. പക്ഷെങ്കിൽ ഉടമ്പടിയിൽ വന്നതിൽ പിന്നെ കൂടുതൽ തീഷ്ണതയാണ്, കൂടുതലൊരു ഉണർവാണ്, ജീവിതത്തിലൊരു മാറ്റമാണ്, ഒരു കൂടുതൽ സമാധാനവും സന്തോഷവും മറ്റൊരിക്കലും കിട്ടാത്ത ഒരു സമാധാനമാണ്, ഒരു ദൈവത്തോടുള്ള കൂടുതൽ അടുക്കുവാനുള്ള ദൈവസ്നേഹവും മറ്റുള്ളവർക്കുള്ള കരുണയും ഒക്കെ കൂടുതലായിട്ട് അനുഭവിക്കാൻ സാധിച്ചു എന്നാണ്. കൂടുതൽ ദിവ്യബലിയിൽ ആ ദിവ്യകാരുണ്യനാഥൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ്. നമുക്കറിയാം ഉടമ്പടിയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഏറ്റവും ഉറപ്പുള്ളത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഉടമ്പടിയിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അന്നും ഇന്നും നമുക്ക് ഏറ്റവും ഉറപ്പുള്ളതാണ് ദൈവസാന്നിധ്യം. ഉടമ്പടിയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ദൈവസാന്നിധ്യമാണ്. ഏതവസ്ഥയിലായാലും ഏത് പ്രതിസന്ധിയിലായാലും നമ്മുടെ കൂടെ, ഉടമ്പടി മക്കളുടെ കൂടെ ഇന്ന് നമുക്കുള്ളത് ദൈവസാന്നിധ്യമാണ്. ആ സാന്നിധ്യത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകുന്നത് കൃപാസനം അമ്മയാണ്. ലോകത്തിന് ഇന്നൊരമ്മയാണ് കൃപാസനം അമ്മ. ഏതവസ്ഥയിലും നമുക്ക് ആ അമ്മയുടെ അരികിലേക്ക് പോകാം. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും എല്ലാം ആ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. കൃപാസനം അമ്മ നമ്മളെ താങ്ങി നിർത്തുന്ന ഒരമ്മയാണ്. നാം തിരഞ്ഞെടുത്തതല്ല, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്. ഉടമ്പടിയിലൂടെ നമ്മളെ ദൈവം തിരഞ്ഞെടുത്ത ഒരു ശ്രേഷ്ഠ ജനമാണ്. ആ ദൈവത്തിൻ്റെ ചേർന്ന് നിന്ന് നമ്മുടെ ഉടമ്പടി ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായി നമ്മളെ നിർത്തിയതിന് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നമ്മുടെ ഹൃദയം ശുദ്ധമാക്കി സ്നേഹത്തിലും ക്ഷമയിലും വിശ്വാസത്തിലും ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാൻ ഈശോയും അമ്മയും നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും സിസ്റ്റർ ലിജിക്കും കോൺഗ്രിഗേഷനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.